ഇത് കടകംപള്ളിയിലേക്ക് എത്തിയേ തീരൂ. കടകംപള്ളി മാത്രമല്ല, വാസവനിലേക്ക് എത്തണം. എങ്കിൽ മാത്രമേ ഒരു സത്യസന്ധമായിട്ടുള്ള അന്വേഷണം എന്ന് പറയാൻ കഴിയുള്ളൂ. ഏതായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ ഹൈക്കോടതിയുടെ കർശന നിയന്ത്രണം ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും എത്തിയത്. അല്ലെങ്കിൽ ഇത് നേരത്തെ ആവിയായി പോയത്. തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുന്നു തോന്നുന്നു. അല്ല, അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ എല്ലാ കാലത്തും ഏത് മതത്തിൻ്റെ ആണെങ്കിലും ഭക്തരോടൊപ്പം നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് കോൺഗ്രസിനും യു ഡി എഫിനും ഉള്ളത്. അത് ഏത് മതമാണെങ്കിലും ശരി, മതവികാരങ്ങൾ ഈ രാജ്യത്ത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നയം. അപ്പോൾ അതിൽ എലക്ഷൻ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ഞങ്ങളൊരിക്കലും എലക്ഷൻ ഇത് നോക്കിയിട്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത് ഭക്തരുടെ ഹൃദയത്തിന് മുറിവേറ്റിരിക്കുന്നു. അതായത് അവർ കാണിക്കയായി സമർപ്പിക്കുന്ന പല കാര്യങ്ങളും അടിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ അത് അവർക്ക് സഹിക്കാവുന്നതല്ല. ഈ സ്വർണ്ണക്കൊളയിൽ പല അയ്യപ്പ ഭക്തന്മാരുടെയും ഹൃദയങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാർട്ടി ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട്. ഇപ്പോഴും മാത്രമല്ല, യുവതീ പ്രവേശന സന്ദർഭം മുതൽ ഞങ്ങൾ എടുത്തിട്ടുള്ള സമീപനം അതാണ്. കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പറഞ്ഞത് ഈ പത്മകുമാറിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് എന്ന് കരുതിയിട്ട് അത് അദ്ദേഹം പ്രതിയാവണമെന്നില്ല, കോടതിയാണ് തീരുമാനിക്കേണ്ടത്, അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ് എന്ന രീതിയിലുള്ളൊരു മറുപടി അദ്ദേഹം. അല്ല, ഗോവിന്ദൻ മാഷ്ക്ക് പല സിദ്ധാന്തങ്ങളുണ്ട്. അതൊന്നും മനുഷ്യർക്ക് അങ്ങനെ ദഹിക്കുന്നതല്ല. അത് മാഷ സിദ്ധാന്തമാണ്. മാഷ്ക്ക് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതും യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവുമില്ല. എല്ലാവരും കോടതി ശിക്ഷിക്കുമ്പോൾ തന്നെയാണ് കുറ്റക്കാരാവുന്നത്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് കുറ്റം ചെയ്തു എന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ മുതൽ ആ വ്യക്തി സംശയത്തിൻ്റെ നിഴലാണ്. അവിടെയാണ് പാർട്ടിക്ക് ഒരു സ്റ്റാൻഡ് വേണ്ടത്. പക്ഷേ പത്മകുമാറിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് സ്റ്റാൻഡ് എടുക്കാൻ കഴിയാത്തത് പത്മകുമാർ പല കാര്യങ്ങളും വിളിച്ചു പറയും എന്നുള്ള ഭയം കൊണ്ടാണ്. ഇപ്പോൾ കടകംപള്ളിയെ മുഴുവെടുക്കാൻ പോകുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ ദേവസ്വം അധ്യക്ഷൻ പ്രശാന്ത്, തൊട്ട് മുമ്പുണ്ടായ പ്രശാന്ത്, അദ്ദേഹത്തിൻ്റെ കാലത്ത് ആണ് കഴിഞ്ഞ മാർച്ചിൽ ഈ പാളി വീണ്ടും ചെന്നൈയിലേക്ക് കൊടുത്തേക്കുന്നത്. അന്ന് ഇക്കാര്യം മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അത് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. കോടതി പറഞ്ഞിട്ടുണ്ട് മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ലാണ്. അപ്പോൾ ഇനി പ്രശാന്തിനെ രക്ഷിക്കാൻ നോക്കിയാൽ നടക്കില്ല. കാരണം ഹൈക്കോടതി എല്ലാ കാര്യവും വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഇത് എന്നേ ചീറ്റിപ്പോയനെ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പ്രശാന്തിലേക്ക് അന്വേഷണം എത്തണം, പ്രശാന്തിലേക്ക് എത്തണം, വാസവനിലേക്ക് എത്തണം. ഇത് അങ്ങനെ തീരുന്ന കാര്യമല്ല. ഇത് കൊള്ളയാണ്. ഭക്തരുടെ വികാരങ്ങളെ മുറിവേൽപ്പിച്ച കൊള്ളയാണ്. ഈ സത്യം പുറത്തു വന്നേ മതിയാവും. പക്ഷേ വന്നു എന്നാണല്ലോ പത്മകുമാർ പറയുന്നത്. പത്മകുമാറിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു വന്നു. അതിനാരെ അതിന് മേലെ ഒരു തെളിവുണ്ടോ?